ധീരമായ നടപടികളാണ് യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഖഫിന്റെ ഭൂമി അളക്കുന്നു, അവർ കയ്യേറിയ കെട്ടിടങ്ങൾ പൊളിച്ചു കളയുന്നു. ഇപ്പോൾ സമ്പലിൽ 78 ഒരു കൂട്ടക്കൊല നടന്നു. 180ഓളം ഹിന്ദുക്കളെ കൊന്നു. അവരെല്ലാം അവിടുന്ന് ഓടിപ്പോയപ്പോൾ ഇവരുടെ ഭൂമി മുഴുവൻ മുസ്ലിമുകൾ കയ്യേറി വീട്, മോസ്ക്, കടകളൊക്കെ ഉണ്ടാക്കി. അത്തരത്തിൽ കൊല്ലപ്പെട്ട ഒരാളുടെ പേരാണ് ബൽറാം മാലി. ഏതാണ്ട് 2.5 ഏക്കർ സ്ഥലം, 2.2 അത്രയും സ്ഥലം അയാളുടേത്. അയാൾ ഓടിപ്പോയപ്പോൾ ആ മുസ്ലിമുകൾ ഏറ്റെടുത്തിട്ട് അവിടെ ഒരു ജന്നത്ത് നിഷ എന്ന് പറഞ്ഞ ഒരു സ്കൂളാണ് സ്കൂള് പ്രവർത്തിക്കുന്നത്. ഒരു ഡോക്ടറാണ്. അതെ, ഒരു ഡോക്ടർ അവിടെ സ്കൂള് പണിത് ബാക്കിയുള്ളത് കെട്ടിടമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിപ്പോയ ഹിന്ദുക്കളുടെ മുഴുവൻ ഭൂമിയും പിടിച്ചെടുത്തു. കലാപം നടത്തിയ കൂട്ടക്കൊല നടത്തിയ മുസ്ലിമുകൾ പിടിച്ചെടുത്ത് അവർ സ്വന്തമാക്കി അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ 47 വർഷം കഴിഞ്ഞു. 47 വർഷത്തിന് ശേഷം പലതവണ ഈ നമ്മുടെ ബൽറാം മാലിയുടെ മക്കള് അവിടെ ഒന്ന് തിരിച്ചു വന്ന് സ്വന്തം പിതാവിന്റെ ഭൂമി ഒന്ന് കാണാൻ ശ്രമിച്ചപ്പോൾ പോലും ഇവരെ കൊല്ലും എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു. അതെ. ഇപ്പൊ UP-യിൽ യോഗി ആദിത്യനാഥിന് പരാതി കൊടുത്തപ്പോൾ സർക്കാർ ഇടപെട്ടു. അതിൽ പിടിച്ചെടുത്ത 15,000 സ്ക്വയർ ഫീറ്റ് ഭൂമി, അതിലെ 10,000 സ്ക്വയർ ഫീറ്റ് ഭൂമി 47 വർഷത്തിന് ശേഷം പിടിച്ചെടുത്ത് തിരിച്ച് അതിലെ ഉടമകൾക്ക് കൊടുത്തു. അത് കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട്. കൂട്ടക്കൊല നടത്തി ഹിന്ദുക്കളെ ഓടിച്ചതിന് ശേഷം അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്.